അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ കതവ് തുറക്കാതെ നീ എന്നെ അവമാനിച്ചില്ലേ? അപമാനിച്ചതല്ല, വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട്. ഇപ്പോഴിവിടെ ആരുണ്ട്? ദീർഘനാളായ ഒരു അവസരം നോക്കുകയായിരുന്നു ഞാൻ. സന്തോഷമായിട്ട് നീ എന്റെ ആഗ്രഹം നിറവേറ്റണം. അനന്തൻ, ദയവ് ചെയ്തെന്നെ അപമാനിക്കരുത്. ഒരു അപമാനവും ഇല്ല. നീ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലുള്ള എന്റെ മോഹമാണ്. അങ്ങനെ അങ്ങ് പറ്റിച്ചു കിടന്നവരാമെന്ന് വിചാരിക്കണം. ആച്ചി അമ്പലത്തിൽ പോയിട്ട് വരികയാണോ? അമ്പലത്തിൽ പോക്ക് ദിവസമുണ്ടോ? തിങ്കളാഴ്ച തോറും. നല്ല ഭർത്താവിനെ കിട്ടാനായിരിക്കും അല്ലേ? അതിന് ദൈവത്തെ കൈമണി അടിച്ചുകൊണ്ടായില്ല, നല്ല സ്ത്രീധനം കൊടുക്കണം. എന്റെ കഴിവിനൊത്ത് ഞാൻ ചെയ്യും. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാനിപ്പോ വരാം. ആച്ചിക്ക് എന്താ ഒരു വല്ലായ്മ? അനിലേട്ടാ, പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ആ പുത്തൻ വീട്ടിലെ അനന്തന്റെ കാര്യം വലിയ ശല്യമായിട്ടുണ്ട്. ഇന്നെന്തെങ്കിലും ഉണ്ടായോ? ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരിടവഴിയിലൂടെ വരികയായിരുന്നു. അനന്തൻ കുറുകെ വന്ന് വഴി തടഞ്ഞെന്നെ കടന്നു പിടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. അവൻ അത്രയ്ക്ക് കേവനായോ? വഴക്കിനൊന്നും പോകണ്ട, കണ്ടാലെന്ന് ഗുണദോഷിക്കണം.